ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ബഹറിനിലൊക്കെ സൈറനുകൾ ഇപ്പോഴും മുഴങ്ങുന്ന പശ്ചാത്തലമുണ്ട്. മലയാളികളായ നിരവധി ആളുകൾ നമ്മൾ അത്തരം വിവരങ്ങൾ നമ്മുടെ വാട്സപ്പിലും മറ്റും നൽകുന്ന സാഹചര്യമുണ്ട്. സൈറനുകൾ മുഴങ്ങുന്നുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. പക്ഷേ മിസൈലുകൾ പതിക്കുന്നത് കുറവാണ്. മിസൈലുകളുടെ ചീളുകൾ വീണ് പല സ്ഥലങ്ങളിലും പുകപടലങ്ങൾ ഉയരുന്നു, തീ ഒക്കെ സംഭവിക്കുന്ന പശ്ചാത്തലം മാത്രമാണ്. ഇതുവരെയുള്ള ആക്രമണത്തിൽ US സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. 10ഓളം ആളുകളാണ് ഇതുവരെ ഇറാന്റെ ആക്രമണത്തിൽ വിവിധ സ്ഥലങ്ങളിലായി കൊല്ലപ്പെട്ടത് എന്ന വിവരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 6 US സൈനികർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വിവരമുണ്ട്. അത് അമേരിക്ക സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. 3 F-15 വിമാനങ്ങൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട സാഹചര്യവും ഗൗരവതരമാണ്. ഇതൊന്നും ട്രംപിനെ അടക്കിയിരുത്തുന്ന ഒന്നല്ല. സ്വാഭാവികമായും ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് ട്രംപ് പോകേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇറാനിലെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 200-ന് മുകളിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തെ UN അപലപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. മനുഷ്യാവകാശ ലംഘനമാണ് ഇതെന്നും ഇതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നിലപാട് UN സ്വീകരിക്കണം എന്നുമാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഹെസബുല്ല എന്ന പ്രധാനപ്പെട്ട സംഘടനയെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്. അത് വളരെ നിർണായകമാണ്. അവരുടെ കമാൻഡറെ അടക്കം വധിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ആക്രമണങ്ങൾ ലെബനനിൽ നടത്തുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, വിമാന സർവീസുകൾ അത് ഭാഗികമായി ആരംഭിച്ചു എന്ന വിവരം ആശ്വാസകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് അവസാനിച്ചിട്ട് കേരളത്തിൽ നടക്കമുള്ള വിമാന സർവീസുകൾ ഭാഗികമായി തുടങ്ങി എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എയർപോർട്ടുകൾ കുടുങ്ങിയവരുമായുള്ള 8 വിമാനങ്ങൾ അബുദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഘം എത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒമാൻ സർവീസും ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ്. ഇൻഡിഗോ എയർവേസും ഉടൻ സർവീസ് തുടങ്ങിയേക്കാം എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് നിർണായകമായ ഒന്ന് തന്നെയാണ്, സംശയമില്ല. അതായിപ്പോൾ ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, നിരവധി വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചില ക്യാൻസലേഷൻസ് ഉണ്ട്. ഒമാൻ എയറിൻ്റെ മസ്കറ്റ് വിമാനം ജസ്റ്റ് ലാൻഡഡ്, ഡിപ്പാർച്ചർ അറ്റ് 8:20 എന്നുള്ളതാണ്. ടുഡേസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് നെടുമ്പാശ്ശേരിയിലെ വിവരം, ഡാനി? രഞ്ജിത്ത്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള, അതായത് വിവിധ സെക്ടറുകളിലേക്കുള്ള 25ഓളം സർവീസുകൾ ഇന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട്, അതായത് ഇന്ന് പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഷെഡ്യൂളിൽ പല സമയങ്ങളിലായിട്ടുള്ള 25ഓളം സർവീസുകൾ റദ്ദ് ചെയ്തു എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അവിടെ നിന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട 25ഓളം സർവീസുകൾ, വിവിധ വിമാന കമ്പനികളുടേതായി 25ഓളം സർവീസുകളും ഇന്ന് റദ്ദ് ചെയ്തതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബിയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ എത്തിയിരുന്നു. ഇത്തിഹാദ് വിമാനം ആണ് ഇവിടേക്ക് എത്തിയത്. പ്രധാനമായും ഈ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിക്കുന്ന വിമാന കമ്പനികളുണ്ട്. ഇതുപോലുള്ള ഇത്തിഹാദ് പോലുള്ള ഗൾഫ് മേഖല ഒറിജിനായ വിമാന കമ്പനികളുണ്ട്. അവർ അവിടെ കുടുങ്ങിയ ഈ സന്ദർശക വിസയിലും മറ്റും അവിടെ എത്തി. അതോടൊപ്പം തന്നെ അവിടെ ചാർട്ട് ചെയ്യുകയും ഈ ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ 2-3 ദിവസങ്ങളായി വരാൻ തീരുമാനിക്കുകയും ക്യാൻസലേഷൻ ആവുകയും ചെയ്ത ആ യാത്രക്കാരുണ്ട്. അവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരെ അതത് സ്ഥലങ്ങളിൽ തിരിച്ചെത്തിക്കുക എന്ന ഒരു പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ സർവീസുകൾ, ആദ്യ സർവീസുകൾ ഇന്നലെ ഡൽഹിയിൽ വിമാനമെത്തി. അതിനുശേഷം അബുദാബിയിൽ നിന്ന് കൊച്ചിയിൽ വിമാനം വരികയും ചെയ്തു. അപ്പോൾ ഇവിടങ്ങളിലെ യാത്രക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ള പല യാത്രക്കാരുമുണ്ട്, വിവിധ രാജ്യങ്ങളിലെ യാത്രക്കാരുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് മറ്റിവിടങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. യൂറോപ്പ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഈ വിമാനങ്ങളിൽ ഇന്നലെ രാത്രി 10:30 കൊച്ചിയിലെത്തിയ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള ഒരു സർവീസുകൾ ഇന്നും ഭാഗികമായ രീതിയിൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് അവിടെ കുടുങ്ങിപ്പോയവരെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ, അതിന് ആദ്യ പരിഗണന നൽകിക്കൊണ്ടുള്ള സർവീസുകൾ ഇന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മസ്കറ്റിലേക്ക് കൊച്ചിയിൽ നിന്ന് രാത്രിയുള്ള വൈകിയുള്ള സർവീസുകൾ അത് പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഒപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ സർവീസ് നടത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക്, അതായത് ഭാഗികമായി അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സെക്ടറുകളിലേക്ക് സർവീസ് നടത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം 2 മലയാളികളുള്ള ഒരു കുടുംബം കറാച്ചിയിൽ കുടുങ്ങിപ്പോയിരുന്നു. അത് അവരെ ഇന്ന് രാവിലെ കൊച്ചിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അവിടെ നിന്ന്, കറാച്ചിയിൽ നിന്ന്
ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഡൽഹിയിലേക്കും അവർ എത്തിച്ചിരുന്നു. ഇതിനുശേഷം അവിടെ നിന്ന് കൊച്ചിയിലേക്ക് രാവിലെ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചിലതെങ്കിലും ഒരു സന്തോഷകരമായ ചിലതെങ്കിലും കുറച്ചെങ്കിലും സംഭവിക്കുന്നു എന്നത് തന്നെയാണ്. ഈ സർവീസുകൾ പൂർണ്ണതോതിൽ സജ്ജമാകാനായിട്ട് യുദ്ധം അവസാനിച്ചാൽ മാത്രമേ സാധ്യമാകൂ. എങ്കിലും പരിമിതികളിൽ നിന്നുകൊണ്ട് സാധ്യമായ രീതിയിലുള്ള ഇടപെടലുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യപടിയായുള്ള ചെറിയ രീതിയിലുള്ള സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് രഞ്ജിത്ത്. അതാണ് അവസ്ഥ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള ഇന്നത്തെ 25 സർവീസുകളും ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള 24 സർവീസുകളും റദ്ദാക്കിയെന്നാണ് ഡാനി ഇപ്പോൾ നൽകുന്ന അപ്ഡേഷൻ. അതായത് ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ ഈ വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പാർവതി തുടരുന്നുണ്ട്. പാർവതി, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് അമേരിക്കയുടെ മുന്നറിയിപ്പാണ്. വീണ്ടും കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതെപ്പോൾ, എങ്ങനെ, ഏത് തലത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാം ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള ആളുകൾ ആക്രമണത്തിന് അമേരിക്കയ്ക്കൊപ്പം ചേരാൻ സന്നദ്ധമാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഒപ്പം നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് ചില റൂമറുകൾ ഇന്നലെ പ്രചരിച്ചിരുന്നു. നെതന്യാഹു പക്ഷേ പിന്നീട് അദ്ദേഹം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പശ്ചാത്തലമൊക്കെ കണ്ടു. എന്ത് പ്രതീക്ഷിക്കണം? ഈ യുദ്ധം അത് കാര്യമായി തന്നെ ഇന്ന് കുറച്ചുകൂടി കടുത്ത ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന് തന്നെയാണോ? തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രതികരണം വന്നിരിക്കുന്നു. റിയാദിലെ US എംബസിയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അമേരിക്ക ഉടനൊന്നും ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കൂടുതൽ പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇറാഖിലെ എർബിൽ ഹോട്ടലിൽ ആക്രമണം നടന്നുവെന്ന പുതിയ വിവരവും പുറത്തു വരുന്നുണ്ട്. ഇറാൻ അതിർത്തിയിലെ ഹോട്ടലാണ് ഈ എർബിൽ ഹോട്ടൽ. അവിടെ US സൈനികർ താമസിച്ചിരുന്ന ഹോട്ടലാണെന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. ആക്രമണത്തിൽ ഹോട്ടലിന് തീ പിടിച്ചിട്ടുണ്ട്. അതേസമയം ഈ സൈനികർ സുരക്ഷിതരാണോ എന്നും അവർക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാകുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി 4 ദിവസം പിന്നിടുമ്പോൾ ആശങ്കയും കൂടുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഹോർമുസ് കടലിടുക്കിൽ ജലപാത നിശ്ചലമാണ്. നമുക്കറിയാം കപ്പലുകൾ കത്തിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനെ ഇത് വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾക്ക്. എണ്ണവില കുതിച്ചുയരുന്നതും വിതരണ ശൃംഖലകൾ താളം തെറ്റുന്നതും രാജ്യാന്തര വ്യാപാരം നിലയ്ക്കുന്നതും അടക്കം ഇതിൽ ഉൾപ്പെടും. ഏതായാലും ഈ സൗദിയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനമെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ട്രംപിന്റെ പ്രതികരണവും വ്യക്തമാക്കുന്നത്. റിയാദിലെ അമേരിക്കൻ എംബസിയിൽ നടത്തിയ ഡ്രോൺ ആക്രമണം വലിയ നാശമാണ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ അമേരിക്കക്കാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ആക്രമണം അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. റിയാദിലെ ഈ എംബസിയിൽ നടന്ന ആക്രമണത്തിൽ ശക്തമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം, ആൾനാശം ഉണ്ടായേക്കാം. ഇതുവരെ 700 പേർ കൊല്ലപ്പെട്ടു, 176 കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നു, 900-ലേറെ പേർക്ക് പരിക്കു പറ്റിയിരിക്കുന്നു. ഈ മരണസംഖ്യ ഉയരുകയാണ്. വലിയ സാഹചര്യത്തിലേക്ക് പോകാതെ വലിയ ലോകരാജ്യങ്ങൾ ഇടപെട്ട് യുദ്ധത്തിന് ഈ ഒരു സംഘർഷത്തിന് അയവ് വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും സംഘർഷത്തിന് അയവുണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അപ്പോഴും അമേരിക്കയടക്കം ആക്രമണം കടുപ്പിക്കും എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. പാർവതി സത്യദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.